അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അലി റളിയല്ലാഹു തആല അൻഹും ഒരു ജൂതനായ മനുഷ്യനും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിധി പറയാൻ വേണ്ടി, വിധി കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫയാണ് അന്നത്തെ ജഡ്ജ് തന്നെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ അന്നത്തെ ഒരു നിയമമുണ്ട്, വാദിയും പ്രതിയെയും കോടതി ഒരു ബെഞ്ചിലാണ് ഒരുമിച്ചാണ് ഇരുത്തുക, എന്നിട്ടാണ് വാദം കേൾക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ജൂതനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും അവരുടെ വാദം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ബെഞ്ചിലിരിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ യാ അലി എന്ന് വിളിക്കേണ്ടതിന് പകരം യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ ഉപ്പയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് ഹസൻ, ഹുസൈൻ, രണ്ടുപേര്. അതിൽ ഹസൻ എന്നവരുടെ പേര് പറഞ്ഞ് യാ അബൽ ഹസൻ. അബുൽ ഹസൻ എന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ലഖബ് പേരാണ്, അവരുടെ സ്ഥാനപ്പേരാണ്, അവരുടെ കുഞ്ഞത്താണ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ. യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ വാപ്പയെ. അത് സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണത്. സ്വന്തം പേര് വിളിക്കുന്നതിന് പകരം മുതിർന്ന ആൺകുട്ടിയുടെ പേരിലേക്ക് ചേർത്തിയിട്ട് ആ മോന്റെ ഉപ്പ എന്ന് പറയുന്ന രീതി നമ്മുടെ മലയാളത്തിലൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അറബികളിൽ അത് സുലഭമാണ്. യാ അബൽ ഹസൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു തുടുത്തു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയാരെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയോ? ഈ ജൂതന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു. അലി തങ്ങൾ പറഞ്ഞു, ഇതിനെന്താ, എനിക്ക് ഒരു ഇഷ്ടക്കുറവില്ല. പക്ഷേ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ എന്തിനാണ് എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചത്? ഹസന്റെ വാപ്പ എന്ന് വിളിക്കുന്നത് സ്നേഹത്തോടെ വിളിക്കുന്ന പേരല്ലേ? ഞാനിവിടെ പ്രതിയാണ്, ജൂതൻ വാദിയാണ്, അല്ലെങ്കിൽ ഞാൻ വാദിയാണ്, അദ്ദേഹം പ്രതിയാണ്, അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്. ഞാനും ഇയാളും നീതിക്ക് വേണ്ടി നിങ്ങളുടെ കോടതിയിലേക്ക് വരുമ്പോ ഞാനും നിങ്ങളും ചങ്ങാതിമാരാണ്, അത് വേറെ വിഷയം. ഈ മനുഷ്യൻ വിചാരിച്ചു പോകില്ലേ, ജഡ്ജിയുടെ സുഹൃത്താണ് എന്റെ പ്രതി, അതുകൊണ്ടല്ലേ അബുൽ ഹസൻ എന്ന് വിളിക്കുന്നത്. യാ അലി ഇജ്ലിസ് മാ ഖസ്മിക്, അലിയാരെ, നിങ്ങളുടെ പ്രതിയോഗിയുടെ കൂടെ നിങ്ങൾ ഇരിക്കണമേ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചല്ലേ, എനിക്കത് ഇഷ്ടമായിട്ടില്ല. ഈ മനുഷ്യൻ എന്താ വിചാരിക്കുക? അയാൾ വിചാരിക്കൂലേ, ഈ ജഡ്ജി ഇയാളുടെ സുഹൃത്താണ്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ കോടതിയിൽ നീതി ലഭിക്കില്ല എന്ന് ആ മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കൂലേ? അതുകൊണ്ട് ഉമറേ, അബുൽ ഹസൻ എന്ന് എന്നെ വിളിച്ചത് ശരിയായില്ല, എനിക്കതിൽ നിങ്ങളോട് പ്രതിഷേധമുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാം. ഈ നീതിയുടെ പാഠങ്ങളൊക്കെ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയേണ്ടതുണ്ട്. ഈ ഒരു മനോഹരമായ ദീനിന്റെ ചിത്രം അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ കാര്യം പറഞ്ഞത്, എന്തിനെന്നെ അബുൽ ഹസൻ എന്ന് ഇവിടെ നിന്ന് വിളിച്ചു? അത് ഇവിടെ വിളിക്കേണ്ട പേരല്ല, കോടതിയുടെ ഉള്ളിലല്ല നിങ്ങളത് വിളിക്കേണ്ടത്, അത് കോടതിക്ക് പുറത്ത് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചങ്ങാതിമാരാണ്. പക്ഷേ കോടതിയിൽ എനിക്കൊരു സ്ഥാനം കൂടുതൽ ആ മനുഷ്യനേക്കാൾ നിങ്ങൾ നൽകുമ്പോ ആ മനുഷ്യർ തെറ്റിദ്ധാരണ വരൂലേ? അതിൽ അത്ഭുതം എന്താണെന്നറിയോ? ഈ കേസിൽ വിധി പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെതിരായിരുന്നു വിധിയുണ്ടായത് എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷേ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്ന് ഉപദേശിക്കുകയാണ്. വൽ ഇഹ്സാൻ, നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം, നന്മകൾ ചെയ്യണം. വഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നിങ്ങൾ കൂടെ നിർത്തണം, അവർക്ക് നിങ്ങൾ നൽകണം, അവരെ സഹായിക്കണം. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വ്യഭിചാരത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, തിന്മകളിലേക്ക്, മയക്കുമരുന്ന് ലഹരികളിലേക്ക് നിങ്ങൾ പോകരുത്. വൽ മുൻകർ, വെറുക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ഒന്നും ചെയ്യരുത്. വൽ ബഗി, നിങ്ങൾ ആരോടും അനീതി ചെയ്യുകയും അരുത്.
യഇലുകും ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ സാരോപദേശം ചെയ്യുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര മനോഹരമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഇതാ നമുക്ക് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഒക്കെ സഹായം ആവശ്യമുണ്ട്. നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റുമായിട്ട് നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. ഇനി ഞാനത് ആഴത്തിൽ ഇനി ഊന്നി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പൊരുത്തമാണെങ്കിൽ, നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളത്, ഈ സദസ്സിനോളം പുണ്യമായൊരു ലക്ഷ്യം വെക്കുന്ന മറ്റൊന്ന് നമുക്കിവിടെ മുമ്പിലില്ല. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങളെ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു അത് സഫലമാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നിങ്ങൾക്കൊരു ഉന്മേഷവുമായി നമ്മുടെ കുട്ടികൾ വരുമ്പോഴേ ആ പേഴ്സൊക്കെ ഒന്ന് എടുക്കാനൊരു സൗകര്യമായി. മുഹമ്മദ് കുടഞ്ഞ് ഒന്ന് ഊര് വലിയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊര് വലിഞ്ഞ് ഒന്ന് റാഹത്തിലിരുന്നോളി. അൽഹംദുലില്ലാ. ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. നല്ലൊരു മഴ പെയ്തു മഗ്‌രിബിൻ്റെ സമയത്ത് അല്ലേ? ആ കുട്ടിമാക്കൊക്കെ ഒന്ന് പേടിച്ചു, എന്താവും. എനിക്ക് തോന്നി നന്നായത് ഈ പന്തലിടുമ്പോൾ കുട്ടിമാക്ക് പറഞ്ഞു 5000 ആക്കിയിരിക്കാനുള്ള പന്തൽ. ഞാൻ തമാശക്കിങ്ങനെ പറഞ്ഞു, അപ്പോൾ ഒരു മഴയൊക്കെ പെയ്താൽ ഇത് മുതലാവുള്ളൂ, അല്ലെങ്കിൽ പന്തലിട്ട് വെറുതെ പോയി തോന്നൂലേ. അൽഹംദുലില്ലാ, മഴ പെയ്തു, കാലാവസ്ഥയൊക്കെ ഒന്ന് തണുത്തും ചെയ്തു, നമുക്ക് റാഹത്തിലിരിക്കാൻ പറ്റുന്നു. നല്ല എയർ കണ്ടീഷൻ ചെയ്ത പോലെയുള്ളൊരു കാലാവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. സഫലമാക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഗുണം അല്ലാഹു നൽകട്ടെ. മരിച്ചുപോയുടെ ഖബറിലേക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, കുടുംബത്തിൽ, മക്കളിൽ അല്ലാഹു അവർക്ക് നന്മ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടിമാക്കാൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഞങ്ങൾ ഒരുമിച്ച് മസ്ജിദുൽ അഖ്സ ഒരു യാത്രയിലുണ്ടായിരുന്നു. അബൂബക്കർ ഫൈസി ഉസ്താദ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ട്രാജഡി ഉണ്ടായി ഈജിപ്തിൽ വെച്ച്. ഞങ്ങളെ കൂടെ വന്നൊരു ഉമ്മയെ കാണാതെയായിപ്പോയി. ഉമ്മനെ കാണുന്നില്ല. ഉമ്മയെ ബസ്സിൽ നിർത്തിയതാണ്. പ്രായമുള്ള ഉമ്മയാണ്. ഉമ്മക്ക് മലയാളമല്ലാതെ ഒന്നും അറിയില്ല. ഞങ്ങൾ ഫിറഔന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് കയറി വന്നപ്പോഴേക്കും ഉമ്മനെ കാണാനില്ല. കൈറോ നഗരത്തിൻ്റെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം. സർവ്വ CCTV നോക്കി, പോലീസുകാർ മുഴുവൻ ഓടി നടന്നു. സർവ്വ മോർച്ചറിയിൽ വരെ ഞങ്ങൾ നോക്കി. ഹോസ്പിറ്റൽ മുഴുവൻ ചെക്ക് ചെയ്തു. ഉമ്മക്ക് വല്ലതും സംഭവിച്ചോ? പ്രായമുള്ള ഉമ്മയായിരുന്നു. എറണാകുളത്തിൽ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഉമ്മയാണ്. അള്ളാഹു ആ ഉമ്മാക്കും നമ്മുടെ സുഹൃത്തിൻ്റെ വാപ്പാക്കും അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ ഉമ്മ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഉമ്മാക്ക് ചെറിയൊരു മരുന്ന് കുടിക്കേണ്ടതുണ്ടായിരുന്നു, മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഉമ്മ അത് കുടിച്ചിട്ടില്ലായിരുന്നു. ഷുഗറുണ്ട്. 2 മണിക്കൂർ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ട് ഉമ്മ ക്ഷീണിച്ചു പോവണ്ടെന്ന് വിചാരിച്ച് ഉമ്മയോട് ബസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ ഉമ്മ നടന്ന് 4-5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട്. അതും 4 കവലകൾ. ഈജിപ്ത് അറിയാലോ, ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ കാണുന്ന സ്ഥലമാണത്. ഇഷ്ടംപോലെ തുക്തുക്കുന്നവർ പറയാം. ഓട്ടോറിക്ഷയും വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളും തിങ്ങി നിറഞ്ഞ 4 കവലകളാൽ നിറഞ്ഞ ഈജിപ്തിൻ്റെ ഹൃദയഭാഗം, ഖൈറോയുടെ ഹൃദയഭാഗം. ഞങ്ങളൊക്കെ പേടിച്ച് ഉച്ചയ്ക്ക് ഞങ്ങളാരും ഭക്ഷണം കഴിച്ചില്ല. ആ ഉമ്മയെ തെരഞ്ഞു കിട്ടുമ്പോഴേക്കും 4 മണിക്കൂർ എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. ആരും ഭക്ഷണം കഴിച്ചില്ല. ഈ ഉമ്മ ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടാവോ? അത് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. അതിനാരോടും ചോദിക്കാനും അറിയില്ല. ഈ ഉമ്മയെ എവിടെ ചെന്ന് തിരയും? റോഡും നഗരങ്ങളും. അപ്പോഴാ കുട്ടിമാക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം നമ്മുടെ പ്രവർത്തകർ ഞങ്ങളുടെ ഇറങ്ങി തിരയാൻ പോവാണ്. അബൂബക്കർ ഉസ്താദ്, ഫൈസി ഉസ്താദ് ഒരു ദിക്റും ചൊല്ലിയിട്ട് ഒരു ഫാത്തിഹ ഓതി യാസീൻ ഓതാനും പറഞ്ഞ് അല്ലേ, മാഷാ അല്ലാഹ് അങ്ങോട്ട് തെരച്ചു തുടങ്ങി. കുട്ടിമാങ്കി ടീമും ഒരൊറ്റ പോക്ക് പോയി. അതായത് ഒരു സിഗ്നൽ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോയി, പിന്നെ ഉമ്മ റൈറ്റ് പോയിരിക്കുക, ലെഫ്റ്റ് പോയിരിക്കുക, ബാക്കോട്ട്, അതൊക്കെ ഉണ്ട്, സാധ്യത ഉണ്ട്. പക്ഷെ അവരങ്ങ് മുന്നോട്ട് തന്നെ പോയി. ഒരുപാട് കവലകൾ കഴിഞ്ഞ് കിലോമീറ്റർ അപ്പുറത്തെത്തി. അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. ആ ഉമ്മൻ്റെ അവിടെ ഏതോ ഒരു ടാക്സിക്കാരനോട് ഇങ്ങനെ കഴുത്തിൽ അൽഹിന്ദിൻ്റെ മാലുണ്ട്,
അപ്പോഴാ തിരിച്ചറിയണത്, റബ്ബേ അമ്മ ഈ ഉമ്മാനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കണത്. അങ്ങനെ അവിടെ നിന്ന് ടാക്സിക്ക് വിളിച്ച് കൊണ്ടുവന്നു. ആ വലിയ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് ഈ കുട്ടിമാക്ക. അപ്പം അന്ന് കുട്ടിമാക്ക പറഞ്ഞു, നമ്മളെ നാട്ടിലൊരു വേളതിന് വരണേ. സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 കൊല്ലം ഇല്ല 5 കൊല്ലം. മാഷാ അല്ലാഹ്, ഇപ്പോഴാണ് അതിന് അവസരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടിമാൻകായുടെ ആ ഒരു ചുറുചുറുക്ക്, അവരുടെ നേതൃത്വത്തിൽ വലിയൊരു, എല്ലാവരും കരച്ചിലായിരുന്നു. ആരും ഭക്ഷണം കഴിച്ചില്ല. അന്ന് രാത്രി നൈൽ ക്രൂയിസ് ഉണ്ട്. ആരും പറഞ്ഞു ഞങ്ങളൊന്നും ബോട്ടിനില്ല. എന്ത് ബോട്ട്, ഉമ്മാനെ കാണാനില്ലല്ലോ. എല്ലാവരും കരച്ചിലാണ്. ഉമ്മൻ്റെ മക്കളുണ്ട്, മരുമകളുണ്ട്, കുട്ടികളുണ്ട്, വേറെ കുട്ടികളൊക്കെ കരച്ചിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ആ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ നിന്ന് ആ ഉമ്മയെ കണ്ടുകിട്ടിയത് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ആ ഉമ്മ എങ്ങോട്ടും തിരിഞ്ഞു പോകാം. ഒരടി നടക്കാൻ പറ്റാതെ ഈ ഉമ്മ 4 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു അല്ലാഹു ആലം. ഉച്ചക്ക് 2 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ ഒടുവിൽ ആ ഉമ്മയെ കിട്ടുന്നത് വൈകിട്ട് മഗ്രിബും കഴിഞ്ഞ് 7-7:30 മണിക്കാണ് ഉമ്മയെ കിട്ടി എന്ന ഒരു ന്യൂസ് കിട്ടുന്നത്. യാ അല്ലാഹ്, അല്ലാഹുവേ. അപ്പം അവിടെ തന്നെ കുട്ടിമാൻക പ്രോ ആക്റ്റീവാണ്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നൊരൊറ്റ വിഷയമുള്ളൂ. കുട്ടിമാൻക ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അവരങ്ങ് ഇറങ്ങി. പോലീസും പട്ടാളം ഒക്കെ തിരയുന്നുണ്ട്. എല്ലാവർക്കും വിവരം കൊടുത്തു ഇങ്ങനൊരു ഉമ്മയെ മിസ്സിങ് ആണ്. പക്ഷേ മാഷാ അല്ലാഹ്, ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിയ ആ ഒരു ശരീരവുമായി അന്ന് കുട്ടിമാങ്കയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം ആളുകൾ തെരച്ചിലും ആ ഒരു ത്യാഗവും മറക്കാൻ കഴിയില്ല. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ പുക്കൂത്ത് പ്രദേശം. ഇവിടുത്തെ സുമനസ്സുകളുടെ ഈ സാന്നിധ്യവും നിങ്ങളുടെ മുഖങ്ങളിലെ ഈ ഒരു പുഞ്ചിരിയും കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആത്മനിർവൃതിയുമുണ്ട് എന്ന് ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സർവ്വ അനുഗ്രഹവും ഈ നാടിന്, നമ്മുടെ നാടുകൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഫഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്തുകൂടെ തങ്ങള് സൈന്യം സഫായി നിൽക്കുകയാണ്. തങ്ങളുടെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറാഖിൻ്റെ കഷ്ണം, ഒരു മരത്തിൻ്റെ കമ്പാണത്, പല്ല് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തങ്ങള് എല്ലാവരെയും സഫായി നിർത്തുമ്പോൾ ഇസ്തവിയ സവാദ്, സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകൾ കുപ്പായിട്ടിട്ടില്ല, യുദ്ധത്തിന്റെ പോരാളിയാണ്. അപ്പൊ വയറിങ്ങനെ മുന്നോട്ടാണ്, സഫിലേക്കൊന്ന് നേരെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ആ മിസ്വാക്ക് കൊണ്ട് ഒരു ചെറിയ ഒരു തള്ളു കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു അവിടെ സഫിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങാൻ പോവാൻ. പുണ്യനബി തങ്ങൾ ബദറിൽ ചെയ്ത നന്മകൾ നമ്മൾ ആലോചിക്കണം. 313 വരുന്ന സ്വഹാബികൾ 1000-ലേറെ വരുന്ന ശത്രുക്കളോട് അഭിമുഖീകരിക്കേണ്ടി വന്ന വളരെ പ്രയാസകരമായൊരു സാഹചര്യം. തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവിടുന്ന് ദുആ ചെയ്തിട്ട് നബി തങ്ങളുടെ കുപ്പായ കൈ അങ്ങോട്ട് താഴ്ന്നു വന്നു. അന്നത്തെ കുപ്പായ കൈയൊക്കെ വലിയ നീളമുള്ള കുപ്പായ കൈയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച വസ്ത്രം ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രം. അവിടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയമാണ്. ലോകത്ത് ഒരിടത്തും കാണാത്ത ഇസ്ലാമിക ലോകത്തെ അത്ഭുതങ്ങളൊക്കെ കിടക്കുന്നത് തുർക്കിയിലെ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വടി, വമാ തിൽക ബിയമീനിക യാ മൂസ, ആ വടി ഇന്നവിടെ ഉണ്ട്, കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നു. എത്രയോ അത്യാവശ്യം നല്ല ഫീ കൊടുക്കണം, എന്നാൽ ഇതിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. കാരണം ദാവൂദ് നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വാളുണ്ടവിടെ. യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ തലയോട്ടിയുടെയും കയ്യിൻ്റെയും ഭാഗങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 4 ഖലീഫമാരുടെ, ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ, മുആദ് ബിൻ ജബൽ എന്നവരുടെ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഇവരുടെയൊക്കെ വാളുകൾ, അവരുപയോഗിച്ച സാധനങ്ങൾ ഇന്ന് ആ മ്യൂസിയത്തിലുണ്ട്. കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 തലപ്പാവുകൾ, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തലപ്പാവ്,
പുണ്യനിബിതങ്ങളുടെ ചെരുപ്പ്, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിലെ അവിടുത്തെ ശിരസിലെയും താടിയിലെയും രോമങ്ങള്, ഷഅർ മുബാറക് അവിടെ ഉണ്ട്, അവിടുത്തെ നഅലുണ്ട്, നിബിതങ്ങളുടെ ചെരുപ്പുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അത് ലോകത്ത് അവിടെയുള്ളൂ, വേറെ എവിടത്തും. കാരണം സൗദി അറേബ്യ അടക്കം അറബ് ലോകം 800 കൊല്ലം ഭരിച്ചവരാണ് ഉസ്മാനികൾ. അതുകൊണ്ട് അവരുടെ കയ്യിൽ ആധാറുകളുണ്ട്. ആ ആധാറുകൾ സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഏതായിരുന്നാലും ആ കുപ്പായൊക്കെ കാണുമ്പോഴേ വലിയ വീതിയുള്ള കൈയാണ്, നല്ല വീതിയുള്ള കൈയാണ്, അത്യാവശ്യം വീതിയുള്ള കുപ്പായങ്ങളാണത്. നിബിതങ്ങൾ ധരിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് കൈയുയർത്തിയാൽ ആ കുപ്പായം നേരെ അങ്ങ് താഴേക്ക് ഇറങ്ങും. അങ്ങനെ നിബിതങ്ങളുടെ ആംപിറ്റിന്റെ വെളുപ്പ് നിറം പോലും, കക്ഷത്തിന്റെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കണ്ടു. അങ്ങനെ നിബിതങ്ങൾ കൈയുയർത്തി ദുആ ചെയ്തു എന്ന് കാണാൻ കഴിയും ഹദീസുകളിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ അങ്ങ് നിർത്തിക്കോളൂ, അങ്ങ് ഇത്ര കൂടുതൽ ദുആ ചെയ്യരുത് നബിയെ, മതി, അങ്ങ് കരയരുത്, അങ്ങയുടെ കരച്ചിൽ നിർത്തണം നബിയെ, അള്ളാഹു അങ്ങയെ സഹായിക്കും, അള്ളാഹു അങ്ങയെ കൈവിടിയില്ല, അങ്ങ് നിർത്തൂ നബിയെ, അങ്ങ് ഇങ്ങനെ കരഞ്ഞു പോയാൽ അങ്ങേക്ക് ജീവൻ പോലും നഷ്ടമാകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നുവെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമാർ ബദറിന്റെ മുമ്പിൽ വെച്ച് നബി ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തങ്ങൾ ചെയ്ത രണ്ടാമത്തെ പണി എന്താണെന്നറിയോ? സ്വഹാബികളെ, നമ്മുടെ മുമ്പിലുള്ളത് രണ്ടാലൊന്നാണ്, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം. അതുകൊണ്ട് നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും അനീതി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയോ നിങ്ങളോട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരുപാധികം എനിക്ക് മാപ്പ് നൽകണം. പുണ്യനബി തങ്ങൾ പൊരുത്തം ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉംറക്ക് പോകുമ്പോൾ വാട്സപ്പിലാണ് ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിട്ടാ ഞാൻ ഉംറക്ക് പോവുക നാളെ, അല്ലെ ഹജ്ജിന് പോവുക. മുമ്പൊക്കെ വിളിച്ചു ചോദിച്ചു, അതൊക്കെ ചെന്ന് പറഞ്ഞിരുന്നു, ആരോടെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ, ഞാൻ ഹജ്ജിന് പോവാൻ. വീട്ടിൽ കയറിയിട്ട് പൊരുത്തപ്പെടിച്ച് നന്നായി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരുമിച്ചിരുന്നൊരു ചായയെങ്കിലും കുടിച്ച് നല്ല റാഹത്തായിട്ടാണ് പോയിരുന്നത്. അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ വിളിയും കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ പോസ്റ്റ് ഇടല, ഞാൻ പോവാണ്, എല്ലാം പൊരുത്തപ്പെട്ടേക്കും, വേണമെങ്കിൽ പൊരുത്തപ്പെട്ടാൽ മതി എന്നതിന് അർത്ഥം. മുപ്പർക്ക് വേണമെന്നൊന്നുമില്ല, അങ്ങനെയല്ല, പൊരുത്തപ്പെടിക്കണം. യൗമല യൻഫഉ ദീനാറും വലാ ദിർഹം, നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴേ പൈസ കൊണ്ടൊന്നും ഇടപാട് തീർക്കാൻ കഴിയില്ല, നമ്മുടെ ഹസനാത്തുകളായിരിക്കും കൊടുത്തു തീർക്കേണ്ടി വരിക. അതുകൊണ്ട് ദുന്യാവിൽ ആരെങ്കിലും ആരോടെങ്കിലും ഇഷ്ടമില്ലാത്തത് പറയുകയോ എഴുതുകയോ കമൻ്റ് അടിക്കുകയോ പോസ്റ്റ് ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗീബത്തിൻ്റെ കുറ്റങ്ങളാണ്. നമ്മൾ നിസ്സാരമായി കാണണ്ട. ഗീബത്തിൻ്റെ കുറ്റങ്ങൾ പണ്ടൊക്കെ ഒരാൾ പറഞ്ഞ കഴിയുമ്പോൾ തീർന്നു. ഇന്ന് ആ പറഞ്ഞതും എഴുതിയതും പോസ്റ്റ് ചെയ്തും അവിടെ കിടക്കുകയാണ്. എന്നാണോ ഇവനത് റിമൂവ് ചെയ്യുന്നത് അതുവരെ എത്രായിരം ആളുകൾ ഇത് കാണുന്നുണ്ടോ അതിൻ്റെയൊക്കെ കുറ്റം ഈ എഴുതിയവൻ്റെ തലക്ക വരാം. ഇതൊന്നും ആളുകൾ ചിന്തിക്കാറില്ല. ഭയങ്കര രസമല്ലേ, ആളുകളെ പറ്റി അങ്ങനെ കുതിര കയറി എഴുതല്ലേ, അങ്ങനെ എഴുതന്നെ. അതിൽ ഉസ്താദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, പാണക്കാട് കുടുംബമുണ്ട്, ഇതൊന്നും വിഷയമല്ല, അങ്ങനെ അടിച്ചെഴുതുക. ഇവരെന്തോ വലിയ എഴുത്തുകാരാണ്. സുബ്ഹാന ജല്ല ജലാലു. ഗീബത്തിൻ്റെ മാലപ്പടക്കങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ പൊട്ടാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? ദുന്യാവെന്ന് പൊരുത്തപ്പെടിക്കണം. സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യൻ അപമാനിച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ മാപ്പ് ചോദിക്കണം. അതിൻ്റെ രീതി അതാണ്. പരസ്യമായിട്ട് കുറ്റം പറഞ്ഞു, അവിടെ സ്വകാര്യമായിട്ട് മാപ്പാക്കണേ, ഇതെന്ത് പരിപാടിയാ? ആരാണോ പരസ്യമായിട്ട് ഗീബത്ത് ചെയ്തത് അവർ പരസ്യമായിട്ട് തന്നെ പൊരുത്തപ്പെടിക്കണം. അപ്പോഴേ അവർക്കതിന് കഫാറത്താവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദുന്യാവെന്ന് പൊരുത്തപ്പെടിച്ചോളി, നാളെ അമലെന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അതദ്റൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ? ഹു ഈസ് എ റിയൽ ബാങ്ക്റപ്റ്റ്? ആരാണ് ബാങ്ക്റപ്റ്റ് എന്നറിയോ? തങ്ങൾ ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറയാ, നബിയേ, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദീനാറ ലഹു വലാ ദിർഹം, കയ്യിൽ പൈസ ഇല്ലാത്ത ആള്, വലാ മതാ, ഒരു സൗകര്യം ഇല്ലാതെ ജീവിക്കുന്ന പാവപ്പെട്ടവർ, ഇവരാ നബിയെ മിസ്കിന്മാര്. തങ്ങൾ പറഞ്ഞു, അല്ല, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഏറ്റവും പാപ്പരായ മനുഷ്യരാരാണെന്നറിയുമോ? മൻ യഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഒരുപാട് നിസ്കാരവും നോമ്പും ഖുർആനും സ്വലാത്തും ദിക്റുകളും
മജ്ലിസുൻ നൂറും മൗലിദ് പാരായണവും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തു വന്ന ആളുകൾ. പക്ഷേ വളലമ ഹാദാ വശതമ ഹാദാ വഖദഫ ഹാദാ വസഫക ദമ ഹാദാ. ഇയാളെ കുറ്റം പറഞ്ഞു, അയാളെ ഒന്ന് ട്രോളി, ഇയാളൊന്ന് പരിഹസിച്ചു, അയാളൊന്ന് കുറ്റം പറഞ്ഞു, അയാളെ ഗീബത്ത് പറഞ്ഞു, ഇന്നാളെ പരിഹസിച്ചു, ഇന്നാൾക്കെതിരെ തുറന്ന കത്ത് എന്ന് പറഞ്ഞ് തുറന്ന പച്ച ഗീബത്ത് എഴുതി വിട്ടു. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന, എന്നാൽ ദിക്റിനും സ്വലാത്തിനും വന്നിരുന്ന ആളുകൾ ഗീബത്തും നമീമത്തും ഇവരാരെ പറ്റിയൊക്കെയാണോ പറഞ്ഞു കൂട്ടിയത്, അവര് മുഴുവൻ അള്ളാന്റെ കോടതിയിൽ വന്ന് ചോദിക്കും, റബ്ബേ ഞങ്ങൾക്ക് നീതി വേണം, റബ്ബേ നീതി വേണം. ഞങ്ങളുടെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ പടച്ചോനെ നിന്നെ പേടിച്ചിട്ട് ഞങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടില്ല. അവരെഴുതിയിട്ടുണ്ട്, റബ്ബേ എന്റെ അഭിമാനത്തിന് ക്ഷതം വന്നിട്ടുണ്ട്, എനിക്ക് പകരം വേണം. ദുന്യാവിന്ന് പൊരുത്തപ്പെടിക്കാതെ പോയ ആളുകളാ. അള്ള പറയുന്ന കൊടുത്തേക്ക്, നീ 4-5 കൊല്ലം ഉംറ ചെയ്തില്ലേ, ഞാൻ കൊടുത്തേക്ക്, കഴിഞ്ഞു. അടുത്ത ആള് പടച്ചോനെ ഇന്നയും പറഞ്ഞിട്ടുണ്ട്. കുറെ സുന്നത്ത് സ്കെച്ചിട്ടില്ലായിരുന്നു, റമദാനിലൊക്കെ കുറെ കരഞ്ഞില്ലേ, 27 രാവിലൊക്കെ ആ തറാവി ഖിയാമുലിലൊക്കെ കൊടുത്തേക്ക്. ഒരു 25 കൊല്ലത്തെ തറാവി പോയി, യാ അല്ലാ. അടുത്ത ആള് പടച്ചവനെ എന്നെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇങ്ങനെ കൊടുത്ത് സർവ്വ അമലും തീർന്നു. ആളുകൾ ക്യൂ നിൽക്കുകയാണ്. പടച്ചവനെ എന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ പരിഹസിച്ചിട്ടുണ്ട്. ആ ആളുകൾക്ക് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നന്മകളില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ആ പരാതിക്കാരുടെ തെറ്റുകൾ ഈ മനുഷ്യന്റെ തലയിലേക്ക് എറിയപ്പെടും. അയാളുടെ തിന്മകൾ വാങ്ങിച്ച് നന്മകൾ മുഴുവൻ 0. അവിടെ നിന്നില്ല. താൻ ആരെപ്പറ്റിയൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞോ അവരുടെയൊക്കെ തിന്മകൾ ഇയാളുടെ തലയിലേക്ക് വീഴുകയും എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്ന ആ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടും. അത്തരം ആളുകളാണ് എന്റെ ഉമ്മത്തിലെ പാപ്പരായവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില ആളുകൾ ഉണ്ട് എന്ന് അതിനർത്ഥം. ദുന്യാവെന്ന് പൊരുത്തപ്പിടിച്ചേക്കണം, ദുന്യാവെന്ന് പൊരുത്തപ്പിടിച്ചേക്ക്. അക്കടപാടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഗീബത്തും നമീമത്തും പറയാൻ അതിനെന്തില്ല, അവകാശമില്ല. ഗീബത്ത് നമീമത്തിന്റെ ലൈസൻസ് അല്ലാതെ ഗീബത്ത് നമീമത്തുകൾക്ക് തെറ്റിദ്ധാരണകൾ കാരണമാകാം. തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചു എഴുതുകയാണോ? ചില ആളുകളുടെ അഭിമാനം അതിന് അള്ളാഹ് വില കൊടുത്തിട്ടില്ലേ? വിശുദ്ധ പെരുന്നാൾ ദിവസം പോലെ, ദുൽഹിജ്ജ 10 അന്നത്തെ പോലെ, മക്കയുടെ പരിശുദ്ധി പോലെ, ഹറമിന്റെ പരിശുദ്ധി പോലെ ഓരോ മനുഷ്യന്റെയും അഭിമാനത്തിന് പരിശുദ്ധിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാണുന്നവരോട് മുഴുവനും നാവുകൊണ്ട് പിച്ചുമ്പേയും പറയുന്ന പോലെ ആളുകളെ ഗീബത്ത് പറയാനുള്ളതല്ല. ആരൊക്കെ പറ്റി എന്തൊക്കെ ഓരോ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ വേദനിപ്പിക്കുന്നത്, അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് കണക്ക് പറഞ്ഞ് നീതി ലഭിക്കുന്ന നാളിൽ അള്ളാഹുവിനോട് നീതി ചോദിച്ച ആളുകൾ വരുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് നന്മകൾ എടുത്തു കൊടുക്കേണ്ടി വരും. അള്ളാഹു ആ നേരത്തെ രക്ഷപ്പെടാൻ കഴിയാതെ നമ്മൾ കുടുങ്ങും. ഒരു പിടിക്കയറിന് ഒരു നന്മകൾ മുഴുവൻ ചോർന്നുപോയി. ബാക്കിയുള്ള ആളുകളുടെ തിന്മകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന രംഗം ആലോചിച്ചു നോക്കൂ. അള്ളാഹു ചാല ചിന്തിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ ഉപ്പമാരെ, സഹോദരങ്ങളെ, നാവുകൾ സൂക്ഷിച്ചോളൂ. എഴുതി വിടുമ്പോഴേ, ടൈപ്പ് ചെയ്യുമ്പോഴേ വിരലുകൾ സൂക്ഷിച്ചോളൂ. പറഞ്ഞു പോകുമ്പോഴേ, വോയിസ് വിടുമ്പോഴേ നല്ലോണം ആലോചിച്ചോളൂ. നിങ്ങൾ എന്തിനാണിത് പറയുന്നത്? ആരെ ഉദ്ദേശിച്ചുകൊണ്ടായി പറയുന്നത്? ആരെ വേദനിപ്പിക്കാനാ നിങ്ങൾ പറയുന്നത്? ചെയ്യരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പുണ്യനബി ഞങ്ങൾ ചോദിക്കുകയാണ്, ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ആരോടെങ്കിലും അന്യായമായി ചെയ്യുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ ഗുരു, ഈ ഉമ്മത്തിന്റെ നേതാവ് അനുയായികളുടെ മുമ്പിലാ പറഞ്ഞത്, സ്വഹാബത്തിന്റെ മുമ്പിൽ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ. അപ്പോഴാണ് സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹി ഔജഅതനി, നബിയേ എനിക്ക് അങ്ങ് വേദന ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ഞെട്ടിപ്പോയി.
സ്വഹാബികളുടെ കണ്ണ് തുറിച്ചു. ആരെ പറ്റിയാണ് ഈ പരാതി പറയുന്നത്? അന്നിഅമത്തുൽ മുഹ്ദാ, അല്ലാഹുവിന്റെ നിഅമത്തായ റഹ്മത്തായ അഷ്റഫുൽ ഖൽഖ് വേദനിപ്പിച്ചു എന്ന് സവാദ് റളിയല്ലാഹു അൻഹു. അത് പക്ഷേ ഒരു ചെറിയ നാടകമായിരുന്നു. സവാദ് റളിയല്ലാഹു അൻഹു വേദനിച്ച് ശരിയാണ്, പക്ഷേ നബി തങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കാൻ മാത്രമുള്ള വേദനയല്ല അത്. മഹാനവറുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്ക് ബദറിന്റെ യുദ്ധത്തിന്റെ ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാൻ കഴിയും. വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ലി ഫഅഖിദ്നി. നബിയേ, അല്ലാഹു അങ്ങയെ സത്യപ്രസ്ഥാനവുമായിട്ടല്ലയോ നിയോഗിച്ചത്? അല്ലാഹു അങ്ങയെ നീതിയോടുകൂടെയല്ലേ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? അതുകൊണ്ട് നബിയെ, എനിക്ക് പ്രതികാരം വേണം, എനിക്ക് നീതി വേണം. നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? തങ്ങൾ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന അറാഖിന്റെ കഷ്ണം കൊണ്ട് ഇസ്തവിയ സവാദ്, സവാദേ നേരെ നിൽക്കണമേ എന്ന് പറഞ്ഞ് ആ ചെറിയ മരത്തിന്റെ കമ്പ് കൊണ്ട് വയറിനു തട്ടിയതാണ് സവാദ് റളിയല്ലാഹു അൻഹു എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സവാദേ, നിങ്ങൾ എന്നോട് പ്രതികാരം എടുത്തോളൂ. അപ്പൊ മഹാൻ പറഞ്ഞു, നബിയെ, അങ്ങന്റെ വയറിന് വേദനിപ്പിച്ചപ്പോൾ എന്റെ വയറ്റത്ത് വസ്ത്രമില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങയുടെ വയറെനിക്ക് കാണണം, എനിക്ക് വസ്ത്രം ഉയർത്തിത്തരണം. സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. ബദറിൽ അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സവാദ് എന്ന സ്വഹാബിക്ക് എങ്ങനെ ഹബീബിനോട് ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു? അവർ അത്ഭുതപ്പെടുകയാണ്. അവര് ആശ്ചര്യപരതന്ത്രരായി നിൽക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ വയറ് കാണിച്ചു കൊടുത്ത് വസ്ത്രം ഉയർത്തിപ്പിടിച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇസ്തഖിദ്, സവാദേ, പ്രതികാരം എടുത്തോളൂ. സവാദ് റളിയല്ലാഹു അൻഹു ഓടി വന്നു ഫഅതനഖഹു, ഹബീബിനെ കെട്ടിപ്പിടിച്ചു. ഫഖബ്ബല ബത്നഹു, ഹബീബിന്റെ വയറ്റത്ത് തുരുതുരാ ഉമ്മ വെച്ചു. തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് കരയുകയാണ്. മാ ഹമലക അലാ ഹാദാ യാ സവാദ്, സവാദേ, ഇങ്ങനെ ചെയ്യാൻ എന്തേ നിങ്ങളെ പ്രേരിപ്പിച്ചത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? എന്നെ വേദനിപ്പിക്കുകയല്ലല്ലോ നിങ്ങൾ ചെയ്തത്. എന്റെ വയറ്റത്ത് ചെന്ന് അവിടെ വെച്ച് ഉമ്മ വെച്ച് പൊട്ടിക്കരയുന്ന സവാദേ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതിന് മറുപടി പറഞ്ഞു സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബിയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഹളറ മാ തറാ, ആയിരക്കണക്കിന് വരുന്ന ഖുറൈശി പടയാളികളെ കണ്ടില്ലയോ നബിയെ? അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത 313 അങ്ങയുടെ അനുയായികളല്ലയോ ഞങ്ങൾ? എങ്ങാനും ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും ഷഹാദത്ത് ലഭിക്കുകയും രക്തസാക്ഷികളായി മാറുകയും ചെയ്താൽ ഫഅറത്തു അൻ യകൂന ആഖിറ അഹ്ദീ ബിക് അൻ യമുസ്സ ജിൽദീ ജിൽദക്. നബിയേ, അതുകൊണ്ട് ഇനി ഒരിക്കലൂടെ യുദ്ധക്കളത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സവാദിന് അവസരം ലഭിക്കാതെ പോവുകയാണെങ്കിൽ, ഇത് സവാദിന്റെ മരണത്തിലേക്കുള്ള ഓട്ടമാണെങ്കിൽ, എന്റെ ശരീരം അവസാനമായി തൊടുന്നത് ലോകത്തിന്റെ ഗുരുവായ അങ്ങയുടെ ശരീരമായിരിക്കണം നബിയേ എന്ന് ഞാൻ ആഗ്രഹിച്ചു റസൂലേ. അതുകൊണ്ട് ഞാൻ ചെയ്ത പണിയാണിത്, എന്നോട് പൊറുക്കണേ. അങ്ങനോട് അന്യായം ചെയ്തിട്ടില്ല, അങ്ങനോട് അനീതി ചെയ്തിട്ടില്ല, അങ്ങനെ വേദനിപ്പിച്ചിട്ടുമില്ല നബിയെ. പക്ഷേ എന്റെ ചുണ്ടുകൾ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശരീരവുമായി തട്ടുന്നുവെങ്കിൽ അത് ആരംഭപ്പൂവായ ഹബീബേ അങ്ങയുടെ ശരീരമാവണം എന്ന് ഞാൻ കൊതിച്ചുപോയി. ഫദഅലഹു റസൂലുള്ളാഹി ബിഖൈർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ആ ഒരു പ്രാർത്ഥനയും കൊണ്ട് ഷഹാദത്ത് വരിച്ച സുഹാബിയാണ് ബദറിന്റെ ശുഹദാക്കളിൽപ്പെട്ട സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു തആല അൻഹു. സാഹചര്യം ഓർക്കണം. നീതി നടപ്പാക്കാൻ വന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങൾ
അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രമല്ല, ഒരു സ്വഹാബിക്ക് നബിയോട് പ്രതികാരമെടുക്കണം എന്നൊരാഗ്രഹം തോന്നിയപ്പോ അതിന് ആ സ്വഹാബി പറഞ്ഞ എല്ലാ കണ്ടീഷനും നിരുപാധികം പാലിക്കുകയായിരുന്നു ലോകത്തിന്റെ ഗുരുവായ ഹബീബുനാ റസൂലുള്ളാഹ്. ഇത് നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ധാരാളം ഓർക്കുകയും നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ ചെന്ന് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് മാതൃകയാണ്, ഹബീബ് ഉസ്വത്താണ്, റോൾ മോഡലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ആരോടെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ വാക്കുകളിലൂടെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കണ്ണുനീര് പൊഴിക്കാൻ നമ്മുടെ വാക്കുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ട് നമ്മുടെ ബോധ്യത്തോടുകൂടെ ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തത്, നമ്മൾ അറിയാതെ പറഞ്ഞു പോയത്, അതിൽ വേദനിച്ചു പോകുന്നത് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാം. നേരെ മറിച്ച് ഇന്റൻഷനലി നമ്മൾ ബോധ്യത്തോടുകൂടെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാനോ ഹാം ചെയ്യാനോ അവരെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്യാനോ ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണേ, മരണത്തിന് മുമ്പ് അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണമേ. എങ്കിലേ അള്ളാഹു നാളെ പൊരുത്തപ്പെട്ടു തരികയുള്ളൂ. ഇസ്ലാം നീതിയാണ്, ഇസ്ലാം നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത്, നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുമ്പിലേക്ക് മഹാനായ സുഹാബി ഫൈറൂസ് ദൈലമി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി അവിടെ തിക്കും തിരക്കും കൂടുന്ന നേരം സാഹമഹു ഫതൻ മിൻ ഖുറൈശ്. ഫൈറൂസ് ദൈലമി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറാൻ ഊഴം കാത്തിരിക്കുമ്പോ ഒരു ഖുറൈശി ചെറുപ്പക്കാരൻ വന്ന് അവിടെ തിക്കും തിരക്കും കൂടി. ആ തിക്കും തിരക്കുമായപ്പോ ഫൈറൂസ് ദൈലമി റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. ഫറഫഅ ഫൈറൂസുൻ യദഹു വളറബഹു അലാ അൻഫി. ഫൈറൂസ് ദൈലമി തങ്ങൾക്ക് ദേഷ്യം വന്നു. ആ തിക്കും തിരക്കും കൂടിയ മനുഷ്യന്റെ മുഖത്ത് മൂക്കിനൊരു അടിയടിച്ചു ഫൈറൂസ് ദൈലമി റളിയല്ലാഹു അൻഹു. ആ ചെറുപ്പക്കാരൻ നേരെ ഓടി ഉമർ തങ്ങളുടെ മുമ്പിലേക്ക്. മൂക്കിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീനെ, എന്റെ മുഖത്തടിച്ചു ഫൈറൂസ് ദൈലമി, എനിക്ക് നീതി വേണം. കഅബാലയത്തിന്റെ അരികത്തെ സാന്ദർഭികമായിട്ട് പറയട്ടെ, പരിശുദ്ധമായ ഹജറുൽ അസ്വദിനെ മുത്തിമണക്കൽ സുന്നത്താണ്, അല്ലേ? പുണ്യനിബിധങ്ങൾ ചെയ്തതാണ്. അവിടുത്തെ പരിശുദ്ധമായ ശരീരം ഏതെങ്കിലും ഒരു വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് ഇന്ന് ലോകത്ത് ലഭ്യമാണെങ്കിൽ അത്യപൂർവമായ തങ്ങളുടെ സ്പർശമേറ്റതിൽ കിടക്കുന്നത് ഒന്ന് ഹജറുൽ അസ്വദാണ്. അത് ഹബീബ് മുത്തിയതാണ്. മുഅ്മിനീങ്ങൾക്ക് മുത്തണം. അത് മുത്തുന്നവർക്ക് ശഫാഅത്ത് ചെയ്യുമത്രേ ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അവിടെ ചെന്ന് തിക്കും തിരക്കും കൂടിയിട്ട് ഉമ്മാക്ക് ആഗ്രഹം പറയും, ഉമ്മാക്ക് ഹജറുൽ അസ്വദ് മുത്തണം. വാപ്പാക്ക് ആഗ്രഹം പറയും, മക്കള് വാപ്പയുടെ ആഗ്രഹമല്ലേ ഉമ്മയുടെ ആഗ്രഹമല്ലേ എന്ന് ചെയ്ത് അതൊന്ന് നിർവഹിച്ചു കൊടുക്കാൻ പെടാപാട് പെടും, അല്ലേ? ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് ആളുകൾ വരുന്ന ഇടമാണ് ഹറമ്. നമ്മൾ മറന്നു പോവരുത്. ദീനിന്റെ അഹ്കാമുകൾ പഠിച്ചവരും പഠിക്കാത്തവരും അവിടെ ഉണ്ട്. ഇഹ്റാം ചെയ്യുമ്പോഴേ പൊക്കളുടെ താഴെ ഇങ്ങനെ തുണി പിടിച്ചിട്ട് ഇങ്ങനെ ഇഹ്റാം ചെയ്യുന്നവരില്ലേ? ഔറത്ത് കാട്ടിയിട്ടല്ലേ ചെയ്യുന്നത്? തെറ്റല്ലേ അത്? അവർക്കറിയില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. അത്തരം ആളുകൾ വന്ന് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി തിക്കും തിരക്കും കൂടിയിട്ട് കയ്യിന്റെ മുട്ട് കൈ കൊണ്ട് പ്രായമുള്ള ആളുകളെ, തൻ്റെ പിന്നിലുള്ള ആളുകളെ വകഞ്ഞു മാറ്റിയിട്ട് ഹജറുൽ അസ്വദ് മുത്താനുള്ള ആവേശത്തിൽ അവര് പെടാപാട് പെടുന്നത് കാണുമ്പോൾ അറിയണേ,
ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. എന്നാൽ അള്ളാന്റെ ഹറമിൽ വെച്ച് മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കൽ ഹറാമാണ്. വലിയ ഹറാമുകൾ ചെയ്തുകൊണ്ടാണ് ഒരു സുന്നത്തിന് വേണ്ടി ഇവിടെ ത്യാഗം ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ നിങ്ങൾ ഹജറുൽ അസ്വദ് മുത്താൻ പോകേണ്ടതില്ല. അല്ലാഹു അലമു ബിനവായാക്കും, നിങ്ങളുടെ മനസ്സിലെ നിയ്യത്തുകൾ അല്ലാഹുവിന് അറിയുമല്ലോ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ദൂരെ നിന്ന് ഹജറുൽ അസ്വദിനെ നോക്കിയിട്ട് റബ്ബേ എനിക്ക് മുത്താൻ ആഗ്രഹമുണ്ട്, തൊടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയില്ലല്ലോ, ഇതെന്റെ സലാമാണ്, എന്റെ ഇസ്തിലാമാണ്, എന്റെ മുത്തമാണെന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കൈയുയർത്തി നിങ്ങളുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് ഹജറിലേക്ക് കൈവീശി കഴിഞ്ഞാൽ അത് ഹജറുൽ അസ്വദ് മുത്തിയതുപോലെ തന്നെയാണ്. അതിനു പകരം നമ്മൾ വകഞ്ഞു മാറ്റി നമ്മുടെ കയ്യൂക്ക് കാണിച്ച്, പെണ്ണുങ്ങളെ നിങ്ങളുടെ ആവേശം നല്ലതു തന്നെയാണ്, പക്ഷേ അന്യ പുരുഷന്മാർക്കിടയിലൂടെ തിക്കും തിരക്കി പോകുന്നത് അത് നിങ്ങൾക്ക് ഹറാമാണ്. അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയതാണ്, ചെയ്യാൻ പാടില്ല. എത്രത്തോളം സഈ ചെയ്യുമ്പോഴേ പച്ച ലൈറ്റുള്ള ഭാഗത്ത് മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ പിഞ്ചുമോൻ ഇസ്മായിൽ നബിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഓടിയ സ്ഥലമാണത്. അവിടെ പുരുഷന്മാർ ധൃതി പിടിച്ച് നടക്കൽ സുന്നത്താണ്, ഓടലല്ല. പെണ്ണുങ്ങൾ സാധാരണ നടത്തമേ അവിടെ നടക്കാൻ പാടുള്ളൂ. പെണ്ണുങ്ങൾക്ക് അവിടെ ഓടാൻ പാടുള്ളതല്ല, അവർ ചെയ്യാൻ പാടുള്ളതല്ല. ഈ നിയമങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഉംറക്ക് പോകേണ്ടത്. അതുപോലെ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കിടയിലൂടെ പെണ്ണുങ്ങളെ ഹജറുൽ അസ്വദിന്റെ അധികത്തേക്ക് തിക്കിലും തിരക്കിലും നിങ്ങൾ പോകല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ കുറ്റമായിരിക്കും അതിലൂടെ വന്നു ചേരുക. പുരുഷന്മാർ, ചെറുപ്പക്കാർ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കാം, ഹൈറ്റും വെയിറ്റും ഉണ്ട് എന്ന് വിചാരിച്ച് വൃദ്ധരായ പാവപ്പെട്ട മിസ്കീന്മാരായ ദുർബലരായ ആളുകളെ വകഞ്ഞു മാറ്റി കൈകൊണ്ട് മുട്ടുകൈകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് എന്ത് മുത്തലാണ് നിങ്ങൾ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖല്ലേ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കൽ അല്ലാഹുവിന്റെ വിഷമമാണ്. കഅബാലയത്തിന്റെ കല്ലുകളെക്കാളും മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ അത്തരം ദുൽമ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതില്ലാതെ സന്ദർഭവും സാഹചര്യവും ഒത്തുകിട്ടുകയാണെങ്കിൽ ചെയ്തേക്കണേ. അല്ലാഹു നമ്മുടെ നീയത്തുകൾക്ക് കൂലി തരുന്നവനാണ്. ഫൈറൂസ് ദൈലമി അന്ന് ഒരു ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ക്യൂ പാലിച്ചു നിൽക്കുമ്പോഴേ ഒരു ഖുറൈശി ചെറുപ്പക്കാരൻ തിക്കും തിരക്കും കൂടി പോയപ്പോ മഹാനായ ഫൈറൂസ് ദൈലമി എന്ന മഹാനായ മനുഷ്യൻ, മഹാനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളെ ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയ ആ മഹാനുഭാവൻ ദേഷ്യം വന്നിട്ട് ആ ചെറുപ്പക്കാരനെ അടിക്കേണ്ടി വന്നു. മൂക്കിന്ന് ചോര വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിഷയം വെച്ച് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഫൈറൂസ് ദൈലമി തങ്ങൾ കാലിന്റെ മുട്ടിൽ ഇരുന്നു കൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്തോളൂ. ഉമർ തങ്ങൾ പറഞ്ഞു, ഫൈറൂസ് ദൈലമി, നിങ്ങൾ അടിച്ചതിന് പകരം നിങ്ങളെ തിരിച്ചടിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് നിന്നു കൊടുക്കണം. ഫൈറൂസ് ദൈലമിയുടെ മൂക്കിനടിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുന്ന നേരം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ യുവാവിനോട്, ഒന്ന് നിൽക്കണേ, നീ അടിക്കുന്നതിന് മുമ്പൊരു കാര്യം ഞാൻ പറയട്ടെ. സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ഗദാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം രാവിലെ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഖുതിലൽ ലൈല അൽ അസ്വദുൽ അനസിയുൽ കദ്ദാബ്, യമനിലെ കള്ളപ്രവാചകനായ അസ്വദുൽ അനസി എന്ന് പറയുന്ന ആൾ ഇന്നത്തെ രാത്രി കൊല്ലപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു. ഖതലഹു അൽ അബ്ദു സ്വാലിഹ് ഫൈറൂസ് ദൈലമി, അല്ലാഹുവിന്റെ സ്വാലിഹായ ഒരു മനുഷ്യൻ ഫൈറൂസ് ദൈലമിയാണ് ആ കൃത്യത്തിന് നേതൃത്വം കൊടുക്കുക എന്നും എന്റെ റസൂല് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ആ മനുഷ്യനെയാണ് നിങ്ങൾ അടിക്കാൻ പോകുന്നത് കേട്ടോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇനി വേണമെങ്കിൽ നീ ചെയ്തോ. ഫലമ്മാ സമിഅൽ ഫതാ, അല്ലാഹുവിന്റെ റസൂൽ
ഫൈറൂസ് ദൈലമി എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യനെ കുറിച്ച് അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകനെ ഉന്മൂലനം ചെയ്യുന്ന ആളാണ് ഈ മഹാനെന്ന് പറഞ്ഞ വിവരം, അവർ അബ്ദുൻ സ്വാലിഹുൻ, ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ വിവരം ഈ ചെറുപ്പക്കാരൻ അറിഞ്ഞപ്പോ മഹാനായ ഫൈറൂസ് ദൈലമിയെ തൊടാൻ ഇയാൾ മുന്നോട്ട് വന്നില്ല. എനിക്ക് പ്രതികാരം വേണ്ട, ഞാൻ ഇയാൾ അടിക്കൂല. കാരണം വലിയൊരു ദൗത്യം ചെയ്യാൻ പോകുന്ന സ്വാലിഹായ മനുഷ്യൻ ഫൈറൂസ് ദൈലമിയുടെ കരങ്ങളാലാണ് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വകവരുത്തപ്പെടുന്നത് എന്ന് പുണ്യനിബിധങ്ങൾ ദീർഘദർശനം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരനെ അടിച്ചത്. അടിക്കേണ്ടി വന്നതോ കയ്യിന്റെ കുത്തുകൊണ്ട് തന്നെ. ഈ തരത്തിലുള്ള കുത്തുകൾ തവാഫിലുണ്ടാകും, സഈ തിരക്കുണ്ടാകുമ്പോ ഉണ്ടാകും. ഹജറുൽ അസ്വദ് മുത്താൻ ചെന്നാൽ ഇഷ്ടം പോലെ ആളുകൾ അവരറിയാതെ കൈകൊണ്ട് കുത്തിപ്പോകും. ഇതെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നതാണ്. ഫൈറൂസ് ദൈലമി എന്ന സ്വാലിഹായ മനുഷ്യന് പോലും ക്ഷമ കെടാൻ മാത്രം ഈ ചെറുപ്പക്കാരൻ അവിടെ ശക്തി ഉപയോഗിച്ച് ക്യൂവിലേക്ക് കയറിയതാണ്. മഹാന് ചൊടി വരാൻ കാരണം അതിലാണ് മഹാനവറുകൾ അദ്ദേഹത്തെ അടിച്ചതും. ഉമർ റളിയല്ലാഹു അൻഹു പ്രതികാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് ശറഇന്റെ നിയമം, അതാണ് ഇസ്ലാമിന്റെ നീതി. എത്ര വലിയ ആളാണെങ്കിലും ന്യായത്തിന്റെ കൂടെയാണ് ശരീഅത്ത്, ന്യായത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ ദീൻ നിൽക്കുന്നത്. യുക്തിയുടെ കൂടെയാണ്, സത്യത്തിന്റെ കൂടെയാണ്, നീതിയുടെ പക്ഷത്താണ് ശരീഅത്ത് നിൽക്കുന്നത്. വേണമെങ്കിൽ പൊരുത്തപ്പെടാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മഹാമനുഷ്യനാണ് ഈ ഫൈറൂസ് ദൈലമി എന്നറിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ മാപ്പ് ചെയ്തു കൊടുത്തു. പക്ഷേ മഹാനായ ഫൈറൂസ് ദൈലമി ചെയ്തതെന്നറിയണോ? ഫഅതാഹു ഫൈറൂസ് സൈഫഹു വഫറസഹു വതലാസീന അൽഫാ. ഒരടി അടിച്ചതിന് പകരം മഹാനവറുകൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാൽ മുട്ടിലിരുന്നു കൊണ്ട് നിന്നു കൊടുത്തു. എന്റെ മൂക്ക് നിങ്ങൾ അതുപോലെ അടിച്ചു വേദനിപ്പിച്ചോളൂ. അത് വേണ്ടാന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റപ്പോ മഹാനായ ഫൈറൂസ് ദൈലമി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ വെച്ച് ചെയ്ത പണി എന്താണെന്നറിയോ? തന്റെ കയ്യിലുള്ള വാള്, അത് തന്റെ ആത്മ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടു നടന്നിരുന്ന വാളാണ്. താൻ വാഹനമായി ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു കുതിര, ആ കുതിരയും 30,000 ദീനാർ വെള്ളി നാണയങ്ങളും ഈ ചെറുപ്പക്കാരന് ദാനമായി കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളുടെ മുഖത്ത് ഞാൻ അടിച്ചത്, നിങ്ങളുടെ മൂക്കിനടിച്ചത് എനിക്ക് മാപ്പാക്കി തരണേ. ഈ സാധനങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞപ്പോ യാ ഖാ ഖുറൈശ് അഫൗത് മഅജൂറാ വഅഖദത മാലാ. ഉമർ റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട് പറയുന്നു, നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തല്ലേ, അടിച്ചില്ലല്ലോ, അതിന് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. പുറമെ ഒരുപാട് സമ്പത്തും കിട്ടിയില്ലേ, നീ എന്തൊരു ഭാഗ്യവാൻ. ഒരടി കിട്ടിയുള്ളൂ, അതിന് പകരം 30,000 ദീനാർ, 30,000 ദിർഹം വെള്ളി നാണയം. 30,000 ആലോചിച്ച് നോക്കണം, കുറച്ചല്ലാതെ. ഒരു കുതിര, വാള്, അന്ന് കിട്ടേണ്ട സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. യുദ്ധം നടക്കുന്ന കാലമാണ്, സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള കാലമാണ്. ഫൈറൂസ് ദൈലമി ഈ ചെറുപ്പക്കാരന് ഇത് മുഴുവൻ കൊടുത്തു. എന്തിനെന്നറിയോ? പൊരുത്തപ്പെടിക്കാൻ. മാപ്പ് ചെയ്തെടുത്തു. ഹദീത്ത് കേട്ടപ്പോ, ആ ഹദീത്ത് കേൾക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ തിരിച്ചടിക്കണമെന്ന് മനസ്സിൽ തോന്നലുണ്ടായിരുന്നല്ലോ. മഹാനവർക്ക് തോന്നിയതാണ്, വേണ്ട, തിരിച്ചെന്തെങ്കിലും ഉപകാരം അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ. 30,000 ദിർഹം എണ്ണിക്കൊടുത്തു. ഇതാ നിങ്ങൾ എടുത്തോളൂ എന്ന്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ വാങ്ങിച്ചു പോവുകയും ചെയ്തു കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, യാ ഖാ ഖുറൈശ്, ഖുറൈശി തറവാട്ടിലെ ചെറുപ്പക്കാരാ, അഫൗത മഅജൂറാ വഅഖദത മാലാ. നിരുപാധികം മാപ്പ് കൊടുത്തല്ലേ, അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും. പിന്നെ നിങ്ങളെ സമ്പത്തും കിട്ടിയില്ലേ മാപ്പ് ചെയ്തതിൽ പിറകെ, നീ എന്തൊരു ഭാഗ്യവാനെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതേ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു മദീനയുടെ വഴിയുടെ നേർ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴി, പണ്ടൊക്കെ ചെറിയ ചെറിയ വഴികൾ, ഇപ്പൊ വലിയ പഞ്ചായത്ത് റോഡുകളായി മാറിയില്ലേ. പണ്ടൊക്കെ ചെറിയ വരമ്പുകൾ, ഇന്ന് പാടത്തുകൂടെ നല്ല റോഡുകളായി മാറി.
എപ്പോഴും ഒരു വണ്ടി വന്നാൽ, ഒരു ഓട്ടോറിക്ഷ വന്നാൽ നടന്നു പോകുമ്പോൾ സൈഡ് കൊടുക്കാത്ത കുറേ പഴമക്കാരുണ്ട്. അവരെന്താ പറയുക, കുട്ടിയെ ഇതൊക്കെ ഇപ്പോഴല്ലേ റോഡായത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നടന്നിരുന്ന നടവഴിയാണിത്, ഞാൻ നടക്കട്ടെ എന്നാ പറയാം. നടവഴിയൊക്കെ മാറി റോഡായി വേറെ അറിയാത്തോണ്ടല്ല, പക്ഷേ ചിലർക്ക് അങ്ങനൊരു സുഖമാണ് റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. അത് ചെയ്യരുത്. പണ്ടത്തെ കാലത്ത് നടവഴിയും വരമ്പൊക്കെ ആയിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഒരുപാട് നടന്ന സ്ഥലമായിരിക്കാം. ഇപ്പൊ റോഡല്ലേ, മാറിക്കൊടുത്തല്ലേ പറ്റൂ, മാറിക്കൊടുക്കുക. റോഡിന്റെ വഴിയിലൂടെ സൈഡ് കൊടുക്കാതെ പോകരുത്. വിമർദ്ദങ്ങളെങ്ങാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാതെ പോകുന്ന ഒരുപാട് ഓട്ടോറിക്ഷക്കാർക്കും ബൈക്കേർക്കും ബസ്സേർക്കും അടി കിട്ടുമായിരുന്നു. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു വഴിയുടെ നടുവിലൂടെ നടക്കുമ്പോൾ ഉമർ തങ്ങൾ ചാട്ടവാറുകൊണ്ട് അടിച്ചു മഹാനായ സലമ റളിയല്ലാഹു അൻഹുവിനെ. പ്രശസ്തനായ സ്വഹാബിയാണ് സലമത്ത് ബിൻ അക്വഅ എന്നവർ. നോക്കുമ്പോൾ റോഡിന്റെ നടുവിലൂടെ നടന്നതാ. മദീനയിലെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മദീനയിലെ പൊടിമണ്ണ് നിറഞ്ഞ ഒരു കൊച്ചു വഴിയെ നമ്മൾ ആലോചിക്കണം. സൈഡിലൂടെ പോണം, സൈഡില്ല. സലമ റളിയല്ലാഹു അൻഹു കയ്യും വീശി നടുവിൽ, ഉമർ തങ്ങൾ ബാക്കിൽ വന്ന ഒരൊറ്റടി. റോഡിന്റെ അലൈക ബിഹാഫത്തി ത്വരീഖ്, റോഡിന്റെ സൈഡ് പിടിച്ച് നടക്കണം. നമുക്കറിയാലോ, റോഡിന്റെ ഒരു നിയമമാണ് വലത് പിടിച്ച് നടക്കാൻ. നീ വലത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് നമ്മുടെ വലത് ഭാഗം ചേർന്ന് നടക്കുക. ഇപ്പൊ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ വരാന്തകളിലൂടെ നടക്കേണ്ടി വരും, ആശുപത്രിയിൽ നടക്കും, അങ്ങാടിയിൽ നടക്കും, ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കും, ഒരു കോമ്പൗണ്ടിനുള്ളിൽ നടക്കേണ്ടി വരും, സൈഡ് കൊടുത്ത് നടക്കേണ്ട ഇപ്പൊ ഷോപ്പിംഗ് മാളുകളിൽ, അങ്ങാടികളിൽ ഒരു കോമൺ നിയമമുണ്ട്, വലത് ഭാഗത്തുകൂടെ പോകാന്ന്. പോകുന്നവർ വലത് ഭാഗം, വരുന്നവർ നമ്മുടെ ഇടത് ഭാഗത്തുകൂടെയാണ് വരേണ്ടത്. ഇത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളോട് ഞങ്ങൾ സ്റ്റാഫ് എന്ന നിലയിൽ റിമൈൻഡ് ചെയ്യും, കീപ്പ് ഓൺ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൈൻഡ് ടു വാക്ക് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ്. വലത് ഭാഗം ചേർന്ന് നടക്കലാണ് വേണ്ടത്. ഇപ്പം ഇടത് ഭാഗത്തുകൂടെ കുട്ടികൾ നടന്നു വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും വലത് ഭാഗം പിടിച്ച് നടക്കണം. അതൊരു കോമൺ, പിന്നെ കൺഫ്യൂഷൻ ആവില്ല, ആരാ മാറേണ്ടത്, അങ്ങോട്ടാ പോകേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ വരില്ല. നമ്മൾ വലത് പിടിച്ച് നടക്കുക. നബിതങ്ങൾക്ക് വലത് പിടിച്ച് നടക്കുന്ന തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഹിബ്ബു തയാമുന ഫീ ശഅനിഹി കുല്ലി, എല്ലാറ്റിലും നബിതങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നു. ഫീ തനഉലിഹി, ചെരുപ്പിടുമ്പോൾ വലത് കാല നബിതങ്ങൾ ആദ്യം ഇട്ടിരുന്നത്. വതറജുലിഹി, നിബിതങ്ങൾ മുടി വാർന്നു വെക്കുമ്പോൾ വലതു ഭാഗമാണ് ആദ്യം വാർന്നു വെക്കുക, എന്നിട്ടേ ഇടത് ഭാഗം ചെയ്യാറുള്ളൂ. കുളിക്കുമ്പോൾ വലത് സൈഡ് നനക്കുക, എന്നിട്ട്. ഇത് നിബിതങ്ങളുടെ സുന്നത്താണ്, മുഅ്മിനീങ്ങൾക്ക് അത് മാതൃകയാണ്. എന്ന പോലെ നടക്കുകയാണെങ്കിലും വലതു ഭാഗം ചേർന്ന് നടക്കുക. അതങ്ങ് പ്രാക്ടിക്കലി ചെയ്ത് കഴിഞ്ഞാലേ വലിയ കൺഫ്യൂഷൻ ഒഴിവാകും. കോണി ഇറങ്ങി വരുമ്പോൾ, കയറിപ്പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വലത് ഭാഗത്താവുക, പോകുന്നവർ വലത് ഭാഗം ചേർന്ന് പോവുക. ആ വരുന്നവരോ അവരുടെ വലത് ഭാഗം, അപ്പം നമുക്ക് ഇടതായിരിക്കും, പക്ഷെ അവർക്കത് വലത് ഭാഗമാണ്. ഇതൊരു കോമൺ നിയമമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല, ഒക്കെ ഓപ്പൺ സ്പേസുകളാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. പക്ഷേ അതൊരു നല്ല ചര്യയാണ്, നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മുടെ പള്ളിക്കാടുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയാം, പള്ളിക്കാടൊക്കെ നമ്മൾ കണ്ട ഭയങ്കര പേടിയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ആ മരങ്ങളൊക്കെ പാടിങ്ങനെ കാട് പൊന്ത കൂടിയിട്ട് അവിടെ നിന്ന് സിയാറത്തിന് ചെന്ന് ദ്വാരക്കാൻ ചെല്ലാൻ പേടിയായിരിക്കും. പാമ്പുണ്ടാവോ പടച്ചോനെ, അവിടെ വല്ലതും കാലിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ് പോകുമോ. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടോയെന്നറിയില്ല, നമ്മളൊരു ഹുദവി സുഹൃത്ത്, അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ, ഒതുകൊടുത്ത് വരുമ്പോൾ ഒന്ന് കാലിൽ എന്തോന്ന് കാലിമ ചുറ്റിയും തോന്നിയതാ. 8-10 കൊല്ലമായിട്ട് ആ പാവത്തിന് ഭയങ്കര പേടിയാണ്, പാമ്പുണ്ടോ. ഇപ്പം നമ്മുടെയൊക്കെ പള്ളിക്കാടുകളിലൊക്കെ നമ്മുടെ മഹല്ല് ജമാഅത്തൊക്കെ ഒന്ന് റാഹത്തിലൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ആ ഖബറൊക്കെ ഒന്ന് വ്യക്തമായി വെളിച്ചത്തിൽ കാണത്തക്ക വിധം കാടും പൊന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കി വൃത്തിയിൽ ആ മയ്യത്തുകൾക്ക് ഇസ്തിഗ്ഫാറിന് കിട്ടേണ്ട ചെടികളൊക്കെ അവിടെ നിർത്തിയിട്ട് തന്നെ, എന്നാൽ വലിയ വലിയ കാടുകളൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കിയിട്ട് പള്ളിക്കാട് കാണുമ്പോൾ ഒന്ന് കയറി ചെന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ തോന്നത്തക്ക വിധം ഒന്ന് വൃത്തിയാക്കലൊക്കെ നല്ലതാണ്. വല്ലാണ്ടങ്ങ് കാട് പിടിച്ച് പേടിപ്പിക്കുന്നൊരവസ്ഥയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പേടിച്ചാലും ഇല്ലെങ്കിലും പോകേണ്ട സ്ഥലം അത് തന്നെയാണ്. പക്ഷെ അവിടെ കിടക്കുന്നവർക്കൊന്ന് സിയാറത്ത് ചെയ്യാൻ പേടിയില്ലാണ്ട് പോകണ്ടേ?
അതിനുള്ള സൗകര്യമെങ്കിലും പറ്റുന്ന രീതിയിൽ നമ്മുടെ പള്ളി കമ്മിറ്റികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയുടെ മധ്യത്തിലൂടെ നടക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിൽ നിന്ന് ചാട്ടവാറുകൊണ്ട് അടിയടിച്ചത്. ഉമർ തങ്ങളെന്ന ഖലീഫയാണ്. ഉമർ തങ്ങൾക്ക് അങ്ങനെ ചില പരിപാടിയുണ്ട്. മാർക്കറ്റിൽ പോയി നിൽക്കും. ഉമർ ഇറച്ചി വിൽക്കുന്ന മദീനയിലെ മാർക്കറ്റിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇടക്ക് പോകാറുണ്ട്. ഉമർ തങ്ങൾ ഖലീഫയാണ്, ഫുഡ് ഇൻസ്പെക്ടറാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കും, ആരൊക്കെ ഇന്ന് ഇറച്ചി വാങ്ങി പോകുന്നത്. ഇന്ന് ഇറച്ചി വാങ്ങിയ ആള് നാളെ ഇറച്ചി വാങ്ങാൻ വന്നാൽ കൊടുക്കും അടി. പോയിക്കോ, പച്ചക്കറി തിന്നാ മതി, ഡെയിലി ഇറച്ചി തിന്നണ്ട. എന്നിട്ട് ഉമർ തങ്ങൾ പറയും, മാംസത്തിനൊരു ലഹരിയുണ്ട്, മദ്യത്തിൻ്റെ ലഹരി പോലെ. അതങ്ങ് തിന്നാൻ തുടങ്ങിയാൽ എന്നും മാംസം കിട്ടേണ്ടി വരും ചോറിറങ്ങണമെങ്കിൽ. അത് പറ്റൂല. ഉമർ തങ്ങൾ എന്നും മാംസം കഴിക്കരുത്, അതിനൊക്കെ ഒരു ചിട്ട വേണം. മഹാനാവുകൾ 2 ദിവസം തുടർച്ചയായി മാംസം വാങ്ങുന്നവരെ അടിച്ചുകൊണ്ട് ഓടിക്കാറുണ്ടായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ഭയങ്കര അത്ഭുതമാണ്. തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമെങ്കിൽ അത് ഉമറാൻ റളിയല്ലാഹു അൻഹു, പക്ഷേ ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം വേറെ നബിയില്ല. ഭയങ്കര ഹിക്മത്തുകളാണ്. സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു മെല്ലെ അടിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, ജാനിബി ത്വരീഖ്, വഴിയുടെ ഒരു ഭാഗത്തേക്ക് ചേർന്നിട്ട് നടക്ക്, സെന്ററിലൂടെ പോകല്ലേ, സൈഡ് കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എത്രയോ ആളുകൾ നമ്മുടെ റോഡുകളിലൂടെ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടവരുണ്ടാവും. എയർപോർട്ടിലെത്തി പാസ്പോർട്ട് മറന്നുവെച്ചത് തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നവരുണ്ടായിരിക്കാം. എന്തൊക്കെ തിരക്കി പിടിച്ച ആൾക്കാർ അപ്പം ഉണ്ടാവും ഓരോരുത്തർ. ഞാനിപ്പോൾ ടാക്സ് അടിച്ചിട്ട് തന്നെയല്ലേ പോണത്, ഞാനും അവൻ്റെ കാര്യത്തിൽ ഇൻ്റെതല്ലേ റോഡ്. സംഭവം ശരിയാണ്. ഒന്ന് ഓരം ചേർന്ന് കൊടുത്താൽ എത്ര ഹൈറാണ്. പ്രത്യേകിച്ച് ബസ്സുകൾക്ക്. എന്താ അറിയോ, കാറുകൾ ബസ്സുകൾക്ക് സൈഡ് കൊടുക്കുക. അത് ലോകത്ത് എല്ലാ നഗരങ്ങളിലും ഉള്ളൊരു നിയമമാണ്. ബസ്സുകളുടെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാകും. അവർ ഓവർടേക്ക് ചെയ്യുന്നിടത്ത് ഒരു ഗ്രീൻ അവർ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, കാർ ഒന്ന് ബാക്കിൽ നിന്ന്. എന്ത് കാരണം എന്നറിയോ, നിങ്ങളുടെ കാറിൽ നിങ്ങളോ ഒരാളോ 2 ആളോ 4 ആളൊക്കെ ഒരു കാറിൽ കാണൂ, ഒരു ബസ്സിൽ 40 ആളുണ്ടാകും. ആ 40 ആളുകൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം. കാരണം അതിൽ ആളുകൾ ഏറെയുണ്ട്. നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. സൗകര്യമുണ്ടെങ്കിൽ പോയിക്കോ. അല്ലെങ്കിൽ ഒരു ബസ്സിനെ അല്ലെങ്കിൽ ഒരു ട്രാമിനെ, ഒരു കൂട്ടമായ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. ഇതൊരു കോമൺ നിയമമാണ്. നമ്മുടെ നാടുകളിൽ മാത്രമേ ഈ സ്വീപ്പാക്കലുള്ളൂ. അത് ബസ്സേരും മനസ്സിലാക്കണം. അവരെക്കാളും തിരക്കിൽ പോകേണ്ട അർജന്റ് കേസ് വരുമ്പോൾ ബസ്സുകൾ എന്ത് ചെയ്യണം, അവർക്ക് പറ്റുന്നിടങ്ങളിൽ അവരും സൈഡ് കൊടുക്കണം. അല്ലേ, ഒരാളെ ഇറക്കുകയാണ്, നടു റോട്ടിൽ നിർത്തിയിട്ട് പോവുക. ഇതൊക്കെ ഉമർ തങ്ങൾ ഉണ്ടെങ്കിൽ എത്ര അടി കിട്ടും. ചെയ്യരുത്. അലൈക്കും ബിജാനിബി ത്വരീഖ്, വഴിയുടെ ഓരത്തേക്ക് മാറി നിൽക്കണം. നിങ്ങൾ സൈഡ് ചെയ്യാൻ ആളിറക്കുകയാണ്. ബസ്സിൽ ഓട്ടോറിക്ഷകളുണ്ട്, ബൈക്കുകളുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ റോഡുകൾ വളരെ പരിമിതമാണ്. നമ്മുടെ നാട്ടിലത്തെ ഈ റോഡുകൾ കണ്ടാൽ നമ്മൾ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു സാമർഥ്യമുള്ള ഡ്രൈവർമാർ, കേരളത്തിലെ ഡ്രൈവർമാർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കൊടുക്കണം എന്നാണ് നമ്മൾ പറയാം. വേറെ എവിടെ ഓടിക്കാനും വലിയ പണിയില്ല. നമ്മുടെ ഈ വളഞ്ഞു പൊളഞ്ഞ ഈ തലങ്ങും വിലങ്ങും ലക്കുലകാനും ഇല്ലാണ്ട് വരുന്ന റോഡിലൂടെയൊക്കെ തട്ടാതെ മുട്ടാതെ ഒരു മനുഷ്യന് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങളെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. ഇപ്പോൾ പെണ്ണുങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഈ റോഡുകളിലെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇതെല്ലാവരുടെയും നന്മക്ക് നിർബന്ധമാണ്. ഇതൊക്കെ ശരീഅത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം ടച്ച് ചെയ്യാത്ത എന്താ ലോകത്തുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കി. എല്ലായിടത്തും നിയമങ്ങളില്ലേ. അലൈക ബിജാനിബി ത്വരീഖ്, സലമത്ത് ഇബ്നു അക്വഅ, മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മഹാനവരുടെ പിറകിൽ ചെന്നടിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ വസ്ത്രത്തിനടിച്ചു. സ്വഹാബിയാണ്, ഉമർ തങ്ങൾക്കറിയുന്ന ആളാണ്. ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. സംഭവം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഉമർ തങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു വേദന. അന്നൊരു അടി കൊടുത്തില്ലേ, വലിയൊരാൾക്കാ പോയി അടി കൊടുത്തതേ. ഉമർ റളിയല്ലാഹു അൻഹു ആയതുകൊണ്ട് ആരും ചോദിക്കൂല. മഹാനവറുകൾ ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സലമ നിങ്ങൾക്ക് ഹജ്ജിന് പോകണ്ടേ എന്ന് ചോദിച്ചു. അതെ, ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഹജ്ജിനുള്ള മുഴുവൻ ചെലവ് എൻ്റെ വക. അപ്പൊ അമീറുൽ മുഅ്മിനീൻ, ഇതെന്താ ഓഫർ എനിക്ക് മാത്രം? അതെ, കഴിഞ്ഞ കൊല്ലം നിന്നെ ഞാനൊരു അടിയടിച്ചത് ഓർമ്മയുണ്ടോ? നീ വഴി സൈഡ് കൊടുക്കാതെ റോഡിന്റെ നടുവിലൂടെ നടന്നപ്പോ അതിലെന്റെ മനസ്സിലൊരു പ്രയാസം തോന്നിയിരുന്നു.
നിനക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടാവില്ലേ? ആ ദേഷ്യം എന്നോടങ്ങ് പൊറുക്കണേ. അതിന് പ്രായശ്ചിത്തമായി നിങ്ങളുടെ ഈ കൊല്ലത്തെ ഹജ്ജിന്റെ മുഴുവൻ ചെലവ് എന്റെ വകയെന്ന് പറഞ്ഞ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ കാശ് മഹാനായ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനെന്നറിയോ? അന്നാ ചെയ്തതിന് ആ മഹാന്റെ മനസ്സിൽ ഒരു വിഷമം തോന്നരുത് എന്ന് വിചാരിച്ച് ഉമർ എന്നവർ ചെയ്ത പ്രായശ്ചിത്തമായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്. റളിയല്ലാഹു അൻക യാ ഉമർ. ഉമറേ, ലഖദ് അത്അബതൽ ഖുലഫാ മിൻ ബഅദിക്. ഉമർ എന്നവരെ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന സർവ്വ ഖലീഫമാരെയും നിങ്ങൾ തളർത്തിക്കളഞ്ഞല്ലേ. നിങ്ങളെപ്പോലെ ആവാൻ ആരെക്കൊണ്ട് കഴിയും എന്ന് ചരിത്രം ഉമർ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. യാ ഉമർ, ലഖദ് അത്ബഅതൽ ഖുലഫാ മിൻ ബഅദിക്. നിങ്ങൾക്ക് ശേഷം വരുന്ന സർവ്വ ഖലീഫമാരെയും നിങ്ങളങ്ങ് തളർത്തിക്കളഞ്ഞല്ലേ. നിങ്ങളെപ്പോലെ ആവാൻ ആരെക്കൊണ്ട് കഴിയും ഉമറേ റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ ആടുകൾക്ക് മേഞ്ഞു നടക്കാനുള്ള ഒരിടമുണ്ട്. ആരും കൃഷി ചെയ്യാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരിടമാണത്. ഉമർ റളിയല്ലാഹു അൻഹു അന്നൊരു നിയമം പാസാക്കി. ഈ സ്ഥലം റബ്ബുസ്സുരൈമ വൽ ഗുനൈമ, കുറച്ച് ഒട്ടകങ്ങളും കുറച്ച് ആടുകളുമുള്ള കർഷകരുണ്ട് മദീനയിൽ. അവർക്ക് ആടുകളെ മേക്കാനുള്ള സ്ഥലമായി ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഉമർ എന്നവർ പറഞ്ഞു, വദഅനി മിൻ നഅമി ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ഒട്ടകങ്ങൾ ഇവിടെ വരാൻ പാടുള്ളതല്ല. വനഅം ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുതലാളിയാണ്. മഹാനവറുകളുടെ ഒരൊട്ടകവും ഇവിടെ മേക്കാൻ വരാൻ പാടുള്ളതല്ല. ഇങ്ങനെ മുതലാളിമാരുടെ പേര് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ ഒട്ടകങ്ങളൊന്നും ഇവിടെ വരരുത്. ഇത് മിസ്കീന്മാർക്കുള്ളതാണ്, ഇത് പാവപ്പെട്ടവർക്കുള്ളതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ അറിയോലോ, 1000 ഒട്ടകപ്പുറത്ത് 1000 ട്രക്കുകൾ എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. 1000 ലോറികൾ, അന്നത്തെ ലോറി അതാണ്. 1000 ഒട്ടകപ്പുറത്ത് സിറിയയിൽ നിന്ന്, ഡമസ്കസിൽ നിന്ന് കോട്ടനും സിൽക്കും വസ്ത്രങ്ങളും പുതപ്പുകളും നട്സുകളും പഴവർഗ്ഗങ്ങളും 1000 ഒട്ടകപ്പുറത്ത് മദീനയിൽ കൊണ്ടുവന്ന് മദീനക്കാരോട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് എനിക്ക് ലാഭത്തിൽ കച്ചവടം ചെയ്യാനുള്ളത്? റീറ്റെയിൽ കച്ചവടക്കാർ വരണം. ബഹുമാനപ്പെട്ടവർ ഹോൾസെയിൽ കച്ചവടക്കാരനാ. ഹോൾസെയിൽ എന്തല്ല, റോഡ് സൈഡ് അല്ല, ഹോൾസെയിൽ എന്ന് അതിന് പറയേണ്ടത്. നമ്മളെ പഴമക്കാരെങ്കിലും അറിയാതെ എങ്ങനെ റോഡ് സൈഡ് എന്ന് പറയാം. റോഡ് സൈഡ് കച്ചവടം വേറെ, റോഡിൽ നിന്ന് വിൽക്കുന്നത്. ഇത് ഹോൾസെയിലാണ്, മുഴുവനായി മൊത്ത കച്ചവടക്കാർ. അവരിൽ നിന്ന് ആര് വാങ്ങിക്കണം? റീറ്റെയിൽ കച്ചവടക്കാർ വാങ്ങിക്കും, ചെറുകിട കച്ചവടക്കാർ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ചോദിച്ചു, ആരാണ് വാങ്ങിക്കാനുള്ളത്? അപ്പം മദീനയിലെ റീറ്റെയിലുകാർ മുഴുവൻ വന്നു. അവർ പറഞ്ഞു, 1 ദിർഹമിന് 1 ലാഭമായിട്ട് ഞങ്ങൾ എടുക്കാം. അദ്ദേഹം പറഞ്ഞു, പോരാ, അതിലേറെ തരാനുള്ള ആൾക്കാരുണ്ടല്ലോ. 1-ന് 2 ദിർഹം തരാം. പോരാ, എനിക്കതിലേറെ തരാൻ ആളുണ്ട്. 1-ന് 3 തരാം. മഹാൻ പറഞ്ഞു, പോരാ, എനിക്ക് ഏറെ തരാൻ ആളുണ്ട്. അപ്പം പറഞ്ഞു, ഞങ്ങൾ മദീനക്കാരായ കച്ചവടക്കാർ 1 ദിർഹമിന് 3 എണ്ണം തരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മീതെ നിങ്ങൾക്ക് ലാഭം തരാൻ പറ്റുന്ന ആരാണ്, ഏത് ശുജായിയാണ് മദീനയിലുള്ളത്? ഞങ്ങൾക്കൊന്നറിയണം. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء. 1-ന് 700 തരാമെന്ന് അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 700-ൽ അതിൽ ലിമിറ്റഡ് അല്ല,
700-നപ്പുറം യുളാഇഫു ലിമൻ യശാ. 700-നെ 1400-ആയിട്ടും അതിനെ 2800-ആയിട്ടും 70,000-ആയും ഉയർത്താൻ അള്ളാഹു കഴിയുന്നവനാണ്. 1-ന് 3 നിങ്ങൾക്ക് തരാൻ കഴിയൂ. അള്ളാഹു എനിക്ക് 1-ന് 700 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ മുഴുവനും മദീനക്കാരായ പാവപ്പെട്ടവർക്ക് ദാനമാണ്, ദാനമാണ്, ദാനമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വഹാബിയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ നബി തങ്ങൾ പേരെടുത്തു പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്താ ഈമാനൊക്കെ റബ്ബേ, നമ്മൾ കൊടുക്കും അങ്ങനെയൊക്കെ? അല്ല 1-ന് 700-ഉം 70,000 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തെ കച്ചവടം എന്നിപ്പോൾ അങ്ങനെ കൊടുത്താൽ നടക്കൂലല്ലോ. ഒരു ദിവസത്തെ ലാഭം അള്ളാഹുവിന്, ഒരു ദിവസത്തെ ലാഭം നമ്മുടെ പാലിയേറ്റീവ് കെയറിന്, ഒരു ദിവസത്തെ നമ്മുടെ കച്ചവടത്തിൻ്റെ ലാഭം, ഒരു ദിവസത്തെ നമ്മുടെ വേദന, നമ്മുടെ ട്രോമ കെയറിന്, നമ്മുടെ പൂക്കൂത്ത് യുവജന കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസത്തെ ശമ്പളം, ഒരു ദിവസത്തെ നമ്മുടെ വരുമാനം. ചിന്തിച്ചൂടെ? ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ സന്തോഷിക്കണമെങ്കിൽ ഈ കൊടുത്തതേ ഉണ്ടാവുള്ളൂ. നമ്മൾ വാങ്ങിച്ച ഫോണും, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മൾ കഴിച്ച ഷവർമ്മ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരും. നമ്മൾ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് സന്തോഷം തരൂ, അതേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഉമ്മമാരെ, ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റേത്, ഞാൻ 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 എൻ്റേത് എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറി എനിക്ക് ചുറ്റുമുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക്, എന്നെക്കാളും കഷ്ടപ്പെടുന്നവർക്ക് അവർക്കാവട്ടെ എന്ന് വിചാരിച്ച് ആരാരും അറിയാതെ നമ്മൾ ചെയ്യേണ്ട ചില ത്യാഗങ്ങളുണ്ട്. അതൊന്നും വിളിച്ചു പറയേണ്ടതല്ല, അത് നിങ്ങളും പടച്ചവനും അറിഞ്ഞാൽ മതി. പുരക്കാർ പോലും, വീട്ടുകാർ പോലും അറിയാതെ നിങ്ങൾ ചെയ്യേണ്ട ചില സ്വതക്കകളുണ്ട്, ദാനങ്ങളുണ്ട്. അതേ നാളെ അള്ളാഹിന്റെ അടുത്ത് സ്വീകരിക്കുള്ളൂ. അതങ്ങ് ചുഴിഞ്ഞറിയാനും മണം പിടിച്ചിട്ടും അല്ലാതെയും രഹസ്യമാക്കി വെക്കുന്നതിനെ പരസ്യമാക്കാൻ ഇബ്ലീസ് പിന്നാലെ കൂടും ചെയ്യും. സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ചില നന്മകളുണ്ട്. അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് ചെയ്യട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, മദീനയിലെ ഈ മഹ്മിയ ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണ്. ആ ഏരിയ മുഴുവൻ മിസ്കീന്മാരുടെ അൽ ഗുനൈമ അല്ലെങ്കിൽ സ്വരീമ, സ്വരീമ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒട്ടകളുള്ളവർ, ഗുനൈമ കുറച്ച് ആടുകളുള്ള ആളുകൾ, അവരുടെ ആടുകൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സ്വന്തം മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, സ്വഹാബിയും, മകനും സ്വഹാബിയാണ്, വാപ്പയും സ്വഹാബിയാണ്. അബ്ദുല്ലാഹി